അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് നീർക്കോലി എന്ന് വിശേഷിക്കപ്പെടുന്ന റൈസ്. ഗൈസ് ഇവനുണ്ടല്ലോ, ഇവനെന്താ മക്കളെ ഗൈസ്, ഇവന് എന്താ പറയാ ചെറിയൊരു ചലഞ്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കീപ്പർ വെക്കും, അതേപോലെ തന്നെ അവന് കീപ്പർ വെക്കും. 3 ട്രൈ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ആരാണോ ആൾക്ക് ഇന്നെന്താ ഫുഡ് ഞാൻ എനിക്ക് ഒരു ഷവർമ, അതേപോലെ തന്നെ ഓന് കഴിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ മേടിച്ചു. അപ്പൊ ഈ എന്തേലും ഇതരും ഞാൻ ജയിച്ചാൽ തരൂലേ? ഉറപ്പാണല്ലോ. എവിടുന്ന ക്യാമറന്റെ ബേക്കിൽ നിൽക്കുന്നില്ല അങ്ങനെ മാത്രം. എവിടുന്ന പൊസിഷൻ ഈ പറഞ്ഞു നമ്മൾ രണ്ടാളൊപ്പം ഒരേ സ്ഥലത്താണ് അടിക്കുന്നത്, അല്ലാതെ എനിക്ക് മുൻകൂട്ടൊന്നും എവിടെയാണോ സെന്റർ ആണോ? ഓക്കെ ഗൈസ്, ഇവിടെ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടായിരിക്കും ട്രൈ ഉണ്ടാവുക. ഗോളി പോസ്റ്റ് അവിടെ ഉണ്ട്. ഫസ്റ്റിൽ ഏതായാലും റൈസ് ആണ് കീപ്പർ എടുക്കാൻ പോകുന്നത്. ഇവനെ ഒരു കീപ്പറാണ് കേട്ടോ, പ്രൊഫഷണൽ കീപ്പറാണ്. നമുക്ക് നോക്കാം ചെറുതല്ലേ. ഏതായാലും വീഡിയോയിലേക്ക് പോവാം. കീപ്പർ പൊസിഷനിൽ റെഡിയാണ്. നോക്കാം നമുക്ക്. ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതാണ് പോസ്റ്റിന് അത്ര ഉണ്ട് അവൻ്റെ തല. നോക്കിയാ എൻ്റെ ഒന്ന് അതിലൊക്കെ എങ്ങനെ അടിച്ചു കയറ്റാണ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഫുഡാണേ ഫുഡ്. 10 തടി തന്നെ 6. അയ്യടാ അതിന് പോസ്റ്റ് കയറി നോക്കാം ഗൈസ്. ഫസ്റ്റ് ട്രൈ നോക്കാം. ഐഡി ഒന്നും പറയാനില്ല, 6 ആണ്. 2ാം തടി 6 പോവോ 4 പോവോ എന്നുള്ള അറിയില്ല. ഡാലിഷേ ഒച്ച ഉണ്ടാക്കി അടി ഞാൻ പൊട്ടിക്കും. അതെ റൈസിന്റെ സേവ്. 2ാം തടി സേവ് ചെയ്താണ്. പവറില്ല കേട്ടോ. 3ാം തടി റെഡി. മൂന്നാമത്തെ അടി സേവ് അല്ല, ഗോളല്ലേ. ഗോള്. ഇനി ഓൻ്റെ ട്രൈ നോക്കാം നമുക്ക്. ഈ നായിൻ്റെ അടി കാണാനാണ് ഒരു അടിയ ഒന്നും അടിച്ചു റെഡി. പോസിബിൾ പോയില്ലല്ലോ. മൂന്നാമത്തെ അടിനോട് സേവ് ചെയ്യാത്ത തന്നെ അതിനെ കൊണ്ടാട്ടോ സേവ് ചെയ്യാത്ത. ഗൈസ്, സെക്കൻഡ് റൗണ്ടിലെ സെക്കൻഡ് ട്രൈ. ഭയങ്കര വെയിലാട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്. അതിലെ നേരത്തിന് അത് നോക്കാം. യോയോ ഗൈസ് നോക്കൂ ഗൈസ്, അടിന്റെ പവർ. അടിക്കല്ലേ കൈ പോയിട്ട് കാലോട് ഇതിനുള്ള മോന്തമ്മ കാണിക്കും. സെക്കൻഡ് റൗണ്ടിലെ സെക്കൻഡ് ട്രൈ. ഫസ്റ്റത്തെ ഏതായാലും കിട്ടില്ല സേവ്. നോക്കാം. ഗ്ലൗ ഒന്നും വേണ്ട എനിക്ക് വേണ്ടത് കളി തീരും. അടിച്ചാൻ കയറ്റു. ഇപ്പൊ റെഡി. ഫസ്റ്റത്തെ ആകാശം രണ്ടാമത്തെ കയറി. വാടാ വേറെന്തോ പണിക്ക് പറ്റിയാണെന്ന് പറയും. കൊണ്ടുവാ. എനിക്കൊന്നും പറയാനില്ല. ഇനി മുമ്പത്തെ വീഡിയോ എല്ലാവരും കാണണം. അടി എങ്ങനെയാണല്ലേ? അടി എങ്ങനെയാ വേറെ നിന്റെ പോസ്റ്റ് കടിക്കാത്ത
എന്റെ പോസ്റ്റ് കടിക്കാൻ ഇനിയൊക്കെ ശിശുവാണ് ശിശു കണ്ടോ ചെറിയ മക്കളെ പോസ്റ്റിൽ കണ്ടോ ചെറിയ മക്കളെ പോസ്റ്റിൽ ചലഞ്ച് ചെയ്ത് കണ്ടോ. ആയിക്കോട്ടെ ഇതിന്റെ അടിയിൽ ഒരു ഷോർട്സിന്റെ ഒരു വീഡിയോ വരും, അത് വേണമെങ്കിൽ കണ്ടോ. ഓന്റെ ആ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുന്നത് എങ്ങനെയാണെന്നുള്ള കാക്കാൻ തരാം. വാ ഷോർട്സ് വരും കണ്ടോ. ഇതിന്റെ എന്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കും. എന്തേലും ആ ID. അപ്പൊ കണ്ടോ തീട്ടമോന്ന് മാറ്റി ആളെ പോയി കീപ്പർക്ക് സാധനം ഉണ്ട് പറ്റില്ലേ. ഓൻ എന്റെ ഗ്ലോ ഇട്ടിട്ടാണ് നേരത്തെ തട്ടാൻ കഴിയാന്, പിന്നെ ഗ്ലോ ഊരി ഇപ്പൊ നോക്കണം ഓന്റെ ഗ്ലോ ഇട്ട് ജയിച്ചെന്നും പറഞ്ഞു. എടുത്തോ കാണിച്ചരാ. ഫസ്റ്റ് കളി ഞാൻ ചലഞ്ച് ജയിച്ച്, പിന്നെ രണ്ടാമത്തെ എന്തോ ഷോട്ട് എന്നും പറഞ്ഞാ വന്നത്. ഇതെങ്കിലും ജയിക്കണം അത്രോ. പൊയ്ക്കോ ഇനി നിർത്തി യൂട്യൂബ് നിർത്തി പൊയ്ക്കോ ഒരേ പൊയ്ക്കോ. അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിർത്തോ ഉറപ്പില്ലട്ടോ. ഓന് വലിയ വലിയ ടീമാട്ടോ, ഓൻ്റെ നടക്കൂല. അടിക്കാൻ പണ്ടേ മിടുക്കനാ കണ്ടില്ലേ. അടിയിലെ കില്ലാടി പല പല അടികളുണ്ടോ എൻ്റെ അടുത്ത്. നേരത്തെ ചലഞ്ചിന്റെ ബാക്കിയാണ്. കേട്ടണോ? അഭിമാന പ്രശ്നമാണ്. ശരി 6 പോകും. ഇപ്പറേ ഭയങ്കരമായ ഞാൻ പറഞ്ഞില്ലേ മിടുക്കനാണ്. അടിക്കാനും മിടുക്കനാണ്, തട്ടാനും മിടുക്കനാണ്. രണ്ടാമത്തെ ചലഞ്ചിൽ ഒന്ന് തോൽക്കാൻ പോണേ. അണ്ണാക്കൊക്കെ യൂട്യൂബ് ചാനൽ നിർത്തേണ്ടി വരും കേട്ടോ. കണ്ടില്ലേ ഇതാണ് അടി. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. ഇതിന്റെ എല്ലാ അടിയിലും ഞാൻ ലാസ്റ്റ് തടി ഗോളാക്കാമല്ലോ. ഫസ്റ്റ് വാമാക്കാം. എന്നാലും അവനോട് അറിയാം ലാസ്റ്റ് തടി ഫസ്റ്റ് കടിക്കാം. ഇല്ല എനിക്ക് ഞാൻ എല്ലാ അടിയിലും അങ്ങനല്ലേ. ഫസ്റ്റ് തട്ടത്തേക്ക് രണ്ടാമത്തെ പിന്നെ കുഞ്ചിപ്പോ. എന്നാ കുഞ്ചികൾ രണ്ടാമത്തെ നോക്കാം. നിക്കണാടാ കൂട്ടുകാര്. ഇനി മതിയാണ്, നീ തോറ്റ് മതിയല്ല. തോറ്റില്ല, അത് ചലഞ്ച് ഒന്ന് രണ്ടാമത്തെ ഇനി ഇത് തോറ്റാൽ അടുത്ത ചലഞ്ച് ഈ പറയല്ലോ. ഗൈസ് 1-1 വീട്ടിൽ പോ. എനിക്കെങ്ങനെ ഞാൻ ഗ്ലൗ ഇടാണ്ട് നിൽക്കുക. ഓൻ പോസ്റ്റ് കാണാൻ കയറി കൊടുക്കും. പുറത്തെ കാണെങ്കിലും ഞാൻ അറിയില്ല, ഉള്ളിൽ കാണാൻ ഞാൻ വിട്ടോളൂ. എനിക്ക് ആരാ ഔദാര്യം വേണ്ട. അയടവൻ അതിനാ മനാലി ചോടാ ഗ്ലോ വേണ്ടാറിട്ട് എടുത്തുണ്ടോ നോക്ക്. ഗൈസ് ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വിന്നർ മറ്റാരല്ല നമ്മുടെ റേസ് ആണ്. റേസ് ഒരു 2 വാക്ക് പറയൂ. വളരെ സന്തോഷമുണ്ട്. എന്നെപ്പോലെയുള്ള വലിയ കീപ്പറെ മുമ്പിലൊക്കെ 2 ബോൾ പോസ്റ്റിലേക്ക് അടിക്കാന്നൊക്കെ വെച്ചാൽ വലിയ പ്രൗഡ് ഓഫ്. ബാക്കി എനിക്കറിയില്ല എന്തേത് നീള പയണി. അപ്പോൾ ഗൈസ് കീപ്പർമാർക്ക് വേണ്ടിയ ഹൈറ്റും ആണ്, അതിന് ഇനി കുറ്റപ്പെടുത്തിയ കാര്യമില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യം എന്താ വെച്ചാൽ വേറൊരു കാര്യം പറയാൻ പറഞ്ഞ് സംഭവം എന്ന് വെച്ചാൽ ഓൻ്റെ തല കണ്ടോ. ഓൻ്റെ ഫോട്ടോ ആണെങ്കിൽ കൊടുക്കട്ടോ. ഓൻ്റെ ബേക്കിൽ എന്താ പറയുക നല്ല മുടി ഉണ്ടായിരുന്നു. അപ്പോ ഇവന്റെ കുട്ടി ഇന്നത്തേക്ക് ആരെയോ ഇല്ല ഇവന്റെ കുട്ടി പറഞ്ഞു ഉമ്മ പറഞ്ഞിട്ടല്ലേ ഗായ്സ് കുട്ടി അവനോട് പറഞ്ഞു മുടി ബേക്കിൽ വെട്ടണമെന്ന്. എന്തിനാ ഗായ്സ്? അപ്പൊ ഏതായാലും അവന്റെ തല പറഞ്ഞിട്ടാണ് അത്ര 21 കൊല്ലായിട്ട് കുട്ടി കിട്ടിയില്ല. വിഷമുണ്ട്. എന്നാലും ഉമ്മമാര് പറഞ്ഞത് കേൾക്കണ്ട നമ്മള്. അത് പനിച്ചിട്ട് ഉമ്മ പറഞ്ഞിട്ട് പറ്റുക. അവനോട് ഞാൻ തള്ളിയതാ കുട്ടി പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. കൈസ് ആ കുട്ടിന്റെ ഐഡി ഞാൻ കഴിച്ചത്. കൈസ് ഏതാ കുട്ടിന്റെ ഐഡി തരൂ വിശ്വസിക്കരുത്. ഇല്ല ഗൈസ്, ഞാൻ സ്റ്റോറി മെൻഷൻ ആക്കിയ കാണിച്ചതാ. ഓള് രണ്ടാളും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സെൽഫി എടുക്കുന്ന ഫോട്ടോ. പ്രോബ്ലം അത് കുഴപ്പമില്ല. അപ്പൊ കുട്ടി ഉണ്ട് ഇല്ലല്ല ഉണ്ടെങ്കിലല്ലോ അതില്. അത് ബെസ്റ്റ് കൂടെ എന്റെ ഫ്രണ്ടാ, ജസ്റ്റ് ഫ്രണ്ട്. ഫ്രണ്ട് ഇപ്പൊ ഫ്രണ്ട് കുറച്ചുകൂടെ കുട്ടി. ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും